രണ്ടുപേർ നല്ല സുഹൃത്തുക്കളാണ്. സ്വാഭാവികമായി കൊണ്ട് ആളുകൾക്ക് അസൂയ ഉണ്ടാകാം. അസൂയയിൽ നിന്ന് രക്ഷപ്പെടാൻ, നമ്മിലേക്ക് വരുന്ന അസൂയയിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം എന്നൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഈ രണ്ടാളുകൾ ഒന്ന് തെറ്റിക്കണം. അതിന് പല ആവശ്യങ്ങൾ ഉണ്ടാകാം. പുതിയ കാലത്ത് രാഷ്ട്രീയത്തിന്റെ ചൂടും ചൂരുമേറിയ ചർച്ചകൾ നടക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ എങ്ങനെയൊക്കെ ആളുകൾ തമ്മിൽ തെറ്റിക്കാം എന്നും ഗവേഷണം നടത്തുന്ന ആളുകൾ ഉണ്ടാവും. അപ്പൊ അവിടെയൊക്കെ ഈ രണ്ട് സുഹൃത്തുക്കളെ തമ്മിൽ തെറ്റിക്കാൻ ഒരൊറ്റ കാര്യം മതി. രണ്ടാളുകൾ നല്ല സുഹൃത്തുക്കളാണ്. അപ്പൊ അയാളോട് ഈ സുഹൃത്തുക്കൾ ഒരാളെ കുറിച്ച്, നിങ്ങളെ കുറിച്ച് അയാൾ അന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ വിശ്വാസ്യത നഷ്ടപ്പെട്ടു. രണ്ടാളുകൾ തമ്മിൽ അവിടെ പ്രശ്നങ്ങൾ തുടങ്ങി. രണ്ട് പാർട്ട്ണർമാർ കാലങ്ങളായി അവർ കച്ചവടം ചെയ്യുന്നവരാണ്. ഇവരൊന്ന് തെറ്റിക്കണല്ലോ എന്നൊരാൾ വിചാരിച്ചു. അയാൾ ഒരു പക്ഷെ നല്ല മനുഷ്യനാകാം. എന്ന് മാത്രമല്ല, ഞാൻ ചെയ്യുന്നത് വലിയൊരു തെറ്റാന്നോ മനുഷ്യൻ വിചാരിക്കുന്നില്ല. കാരണം എന്താ, ഞാൻ നിസ്കാരം ഒഴിവാക്കി, ഞാൻ ഇപ്പൊ കള്ളുടിക്കാൻ പോയോ, ഞാൻ വേണ്ടാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തോ? ഇല്ലല്ലോ, ഒന്നും ചെയ്യണില്ല. പക്ഷെ അത് വലിയ ഒരു തെറ്റാണ് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ആ പാർട്ട്ണർമാർക്കിടയിൽ തെറ്റുണ്ടാകാൻ കാരണം അവർ തമ്മിലുള്ള ആ നല്ല ബന്ധത്തിനെ പോറലേൽപ്പിക്കാൻ അവരിൽ ഒരാൾ മറ്റൊരാളെ കുറിച്ച് മോശം പറഞ്ഞു എന്ന് പറഞ്ഞാൽ മതിയാകും. ഒരു പക്ഷേ മനുഷ്യരാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മനുഷ്യർ എന്ന നിലക്ക് ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അഭിപ്രായങ്ങൾ ഓരോരുത്തരെ കുറിച്ചും പറയുന്നുണ്ടാവും. സംസാരത്തിനിടയിൽ പറയാൻ പറ്റൂല, പറയുന്നുണ്ടാവും. പക്ഷെ അത് മറ്റൊരാൾ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ അയാളോട് പറഞ്ഞാൽ അവിടെ ബന്ധങ്ങൾക്ക് കോട്ടം സംഭവിച്ചു. ഒരേ ഓഫീസിൽ ജോലി ചെയ്യുന്ന ആളുകൾ, അപ്പൊ ഈ ആളുകളൊന്ന് തെറ്റിക്കണം എന്നല്ല നമ്മൾ വിചാരിക്കേണ്ടത്. ആ ആളുകൾ തമ്മിൽ ഒരു തെറ്റിലേക്ക് പോകുമ്പോ അയാൾ നിങ്ങളെ കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ലല്ലോ, എന്നോട് അങ്ങനെയല്ലല്ലോ പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ടൊരു പ്രശ്നം ഇല്ലാതാക്കാനുള്ള ശ്രദ്ധയാണ് വിശ്വാസികളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. ജേഷ്ഠനനിയന്മാർ, അനിയനോട് ഒരാൾ വന്ന് പറഞ്ഞു, നിങ്ങളെ ജേഷ്ഠൻ അന്ന് അങ്ങാടിയിൽ നിന്ന് നിങ്ങളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞല്ലോ, ഒരു ചോരയായിരിക്കും, പക്ഷെ അവർക്കിടയിൽ പ്രശ്നങ്ങൾ തുടങ്ങും. അതുപോലെ തന്നെയാണ് നാം സൂചിപ്പിച്ചത്, ഈ രാഷ്ട്രീയത്തിന്റെ ശക്തമായ ഈ തെരഞ്ഞെടുപ്പ് ചൂടിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ നാവിനെയാണ്. കേവലമായ ഒരു ജയത്തിന് വേണ്ടി, ഒരു വിജയത്തിന് വേണ്ടി, ഒരു വോട്ടിന് വേണ്ടി ആളുകൾക്കിടയിലുള്ള ബന്ധം തെറ്റുക എന്ന് പറഞ്ഞാൽ അത് എല്ലാ കാലത്തേക്കും നമ്മുടെ പരലോകവുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് നമീമത്ത് എന്ന് പറയുന്ന ദുസ്വഭാവത്തെ വളരെ ഗൗരവമായി കൊണ്ടാണ് വിശുദ്ധ ഇസ്ലാം കാണുന്നത്. കാരണം മനുഷ്യർ തമ്മിൽ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പാടില്ല.